കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ഉടമ വിജയകുമാർ, ഭാര്യ മീര എന്നിവരെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. വീട്ടിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന അമിത് ഒറാങ് എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് സംശയം. വിജയകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട്. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്ന് കോട്ടയം SP ഷാഹുൽ ഹമീദ് പറഞ്ഞു. കോടാലി ഉപയോഗിച്ചാണ് കുറ്റകൃത്യം നടത്തിയത്. പ്രതികളാരും നിലവിൽ കസ്റ്റഡിയിലില്ലെന്നും SP വ്യക്തമാക്കുന്നു. വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മർഡേഴ്സ് നടന്നിരിക്കുന്നത്. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ 2 വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ FIR രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ പരിശോധനകൾ, വീഡിയോ ദൃശ്യത്തിൻ്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ, ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന, ഫിംഗർ പ്രിൻ്റ് പരിശോധന ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് സർ മർഡർ നടത്തിയത്? വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത്. അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത്. ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കോടാലിയാണ് സാറേ? കോടാലിയാണ്. അമ്മിക്കല്ല് നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ്. അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ സംശയിക്കുന്നുണ്ട് ഒരു വ്യക്തിയാണ്. അതാ പറഞ്ഞത്, നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട്. എത്രയും വേഗം പ്രതിയെ പിടിക്കും. പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തരാം. ജോലിക്കാരി കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെ കുറിച്ചിട്ടൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇല്ല, കസ്റ്റഡിയിൽ പ്രതികളൊന്നും കസ്റ്റഡിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയും പറയാറായിട്ടില്ല. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഉടനെ പിടിക്കും. കൊല്ലപ്പെട്ട ദമ്പതിമാരുടെ മകൻ ഗൗതമിന്റെ മരണവും ദുരൂഹമാണ്. ഗൗതമിന്റെ മരണത്തിൽ CBI അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണ് മാതാപിതാക്കളുടെ കൊലപാതകം. 7 വർഷം മുൻപ് 2017 ജൂൺ 2 കോട്ടയം കാരിത്താസ് ആശുപത്രിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിലാണ് ഗൗതമിന്റെ മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ ട്രാക്കിൽ നിന്ന് 200 മീറ്റർ മാറി പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൽ കണ്ടെത്തിയ രക്തക്കറയാണ് കൊലപാതകമെന്ന സംശയത്തിലേക്ക് നയിച്ചത്. കേരള പോലീസിന്റെ കണ്ടെത്തലിൽ അത് സ്വയം ഉണ്ടാക്കിയ പരിക്കാണെന്നാണ്. ഇപ്പോൾ കോടതി കണ്ടെത്തി സ്വയം ഒന്നിൽ കൂടുതൽ പരിക്കുണ്ടാക്കാൻ പറ്റില്ല കഴുത്തിന്. അപ്പോൾ അതൊരിക്കലും ആത്മഹത്യയല്ല. ആ ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന ശരിയായ കണ്ടെത്തലാണ് ഹൈക്കോടതി CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ആ CBI അന്വേഷണത്തിന് വേണ്ടി 5 കൊല്ലം നിയമപോരാട്ടം നടത്തിയ ഒരാളാണ് വിജയകുമാറും അദ്ദേഹത്തിൻ്റെ പത്നിയും. മകൻ്റെ കാറ് നിറയെ രക്തമായിരുന്നു, ഫ്രണ്ടിലും പിന്നിലും ഡോറിലും എല്ലാം. അപ്പം അത്ര ഗുരുതരമായ പരിക്ക് പറ്റിയ ഒരാൾക്ക് കാറിൽ നിന്ന് 204 മീറ്റർ ദൂരെയുള്ള റെയിൽവേ ട്രാക്കിൽ നടന്നു പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ നടന്നു പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ റെയിലിൽ ചാടി മരിക്കേണ്ട ബോഡി 2 കഷ്ണമായി പോകണം. ഇത് റെയിലിൻ്റെ സൈഡിലാണ് ബോഡി കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നത്. തീവണ്ടിക്ക് മുമ്പിൽ ചാടി മരിച്ച ഒരു മരണമല്ല, അതൊരു കൊലപാതകമാണ്. അത് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. കോടതി അത് ഹോമിസൈഡാണ് എന്ന് തന്നെ കണ്ടെത്തി. ആരെയും അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നില്ല. അയാൾ ആരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അയാളുടെ മകനോ അദ്ദേഹത്തിനോ ഒരു ശത്രുക്കളുമില്ല, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം. അതേസമയം മകന്റെ മരണവുമായി ബന്ധപ്പെടുത്തിയുള്ള സംശയങ്ങൾ നിലവിലില്ല എന്നാണ് പോലീസ് പറയുന്നത്. ശ്രീജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കോട്ടയത്തെ സംബന്ധിച്ചേറെ നടുക്കിയ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നടുക്കിയൊരു സംഭവമാണിത്. ദമ്പതികളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഈ കേസിൽ മകന്റെ മരണവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതിനപ്പുറം പോലീസിന്റെ നിലവിലുള്ള ഒരു നിഗമനം എന്താണ്? ഇവരുടെ വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ നാട് വിട്ട ഈ ഇതര സംസ്ഥാന തൊഴിലാളി എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ ശ്രീജിത്ത്?
ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. പ്രതി എവിടെ അല്ലെങ്കിൽ ആരാണ് പ്രതി എന്നത് സംബന്ധിച്ച് വ്യക്തമായ സൂചന പോലീസിനുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് CCTV-കൾ അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിനാണ് പോലീസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രാഥമിക നിഗമനമനുസരിച്ച് ഈ ഒരു ജോലിക്കാരൻ എന്നതാണ് പോലീസിന്റെ വിവരം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വീടുമായി അത്രയും പരിചിതമുള്ള ഒരാൾ ചെയ്തതാണ് ഈ കുറ്റകൃത്യം എന്ന് പറയുന്നത്. അതിന് ആയുധം തിരഞ്ഞെടുത്തത് ഈ വീടിനുള്ളിൽ തന്നെയുള്ളതാണ്. ഈ വീടിന്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് ഈ കോടാലി കൊണ്ടാണ് ഈ വിജയകുമാറിനെയും ഭാര്യ മീരയെയും ഈ പ്രതി കൊലപ്പെടുത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, ഈ സംശയിക്കുന്ന പ്രതിയെ സംബന്ധിച്ച് ആ പ്രതിക്ക് ഈ ഇവരുമായി പല വൈരാഗ്യങ്ങളുമുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് കണക്ക് കൂട്ടുകയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് മോഷ്ടാക്കളോ അങ്ങനെ ആരുമല്ല. കാരണം ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളൊന്നും തന്നെ മോഷണം പോയിട്ടില്ല. അതോടൊപ്പം തന്നെ പണമൊന്നും മോഷണം പോയതായുള്ള വിവരം ഇതുവരെയും പോലീസിനില്ല. ഈ വിജയകുമാറും ഭാര്യയും മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റെന്തെങ്കിലും കൂടുതൽ പണം മറ്റോ ഇവിടെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. എന്തായാലും നിലവിലെ കണക്കുകൂട്ടലനുസരിച്ച് പണം ഉൾപ്പെടെ മോഷണം പോയിട്ടില്ല. അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഒരു മോഷണ ശ്രമം എന്ന സംശയവും നിലവിൽ പോലീസിനെ സംബന്ധിച്ചില്ല. പക്ഷെ അപ്പോൾ തന്നെയും ഈ അമിത്തിനെ സംബന്ധിച്ചുള്ള ഈ പ്രതിയാണെങ്കിൽ അയാളെ സംബന്ധിച്ചുള്ള ഒരു സംശയം, അയാൾക്ക് പണത്തോട് താല്പര്യമുള്ള ആളാണ്. അയാൾ കഴിഞ്ഞ തവണയും ഈ സെപ്റ്റംബറിലാണ് നേരത്തെ ഒരു ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത്. വിജയകുമാറിന്റെ ഐഫോൺ തട്ടിയെടുക്കുകയും അതിൽ നിന്ന് പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു. അതാണ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പിന്നീട് അയാൾ അറസ്റ്റിലാകുകയും 1 മാസം മുമ്പാണ് ഇയാൾ റിമാൻഡിൽ ഇറങ്ങുകയും ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ച് കഴിഞ്ഞ 1 മാസത്തിനിടെ ഒരു തവണ ഈ അമിത് ഇവിടെ എത്തി ബഹളം വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ പോലീസ് അത് സ്ഥിരീകരിക്കുന്നില്ല. പോലീസ് പറയുന്നത് അത്തരം പരാതികളൊന്നും തന്നെ വിജയകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ ഈ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഇപ്പോൾ നിലവിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഈ കേസ് ഇപ്പോഴത്തെ കൊലപാതകങ്ങൾക്കില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. ശ്രീജിത്ത്, അങ്ങനെയാണ്. കാരണം ശ്രീജിത്ത് നേരെ സൂചിപ്പിച്ചതുപോലെ ഈ അമിതാണ് കൊലപാതകം നടത്തിയെങ്കിൽ അയാൾ പണത്തോട് അത്യാർത്തിയുള്ള ഒരാളാണ്. സ്വാഭാവികമായും കൊലപാതകത്തിന് ശേഷം ഇവർ സ്വർണ്ണാഭരണമോ അല്ലെങ്കിൽ വീട്ടിലുള്ള പണമോ അപഹരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ പണമോ അല്ലെങ്കിൽ സ്വർണമോ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഈ കൊലപാതകത്തിലില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് തന്നെ കരുതേണ്ടതല്ലേ? ഇവിടെ കൊല നടത്തി, അതും വീടിൻ്റെ കതക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പൊളിക്കുന്നു. അതിനുശേഷം അകത്ത് കയറി കൃത്യം നടത്തിയ ശേഷം പുറത്തിറങ്ങുന്നതിന് മുൻപ് CCTV-യുടെ DVR ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ഈ കൊലയാളി അവിടെ നിന്നും കടന്നു കളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമായ കൊലപാതകമായിട്ട് തന്നെ കാണേണ്ടതല്ലേ? പോലീസിൻ്റെ ഒരു സംശയങ്ങൾ ഈ അമിത് അല്ല എങ്കിൽ മറ്റ് ഏതൊക്കെ തലങ്ങളിലേക്കായിരിക്കാം അന്വേഷണം നീങ്ങുന്നത്? നിലവിൽ ഈ പ്രതിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഈ നേരത്തെ മകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട CBI FIR രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ CBI-യെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെ പരിശോധനകളും ഉണ്ടാകും, അല്ലെങ്കിൽ അവരും പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആരായാൻ തന്നെയാണ് സാധ്യത. ഈ തൊഴിലാളിയെ കേന്ദ്രീകരിക്കുന്നതിന് പ്രധാന കാരണം ഈ വീടുമായി പരിചയമുള്ള ആളാണ് ഈ കൊലപാതകം നടത്തിയത്. നോക്കൂ, ഏതെങ്കിലും ഒരാൾ കൊലപാതകം ചെയ്യണമെങ്കിൽ അയാൾ കൃത്യം ചെയ്യുന്നതിന് വേണ്ടി കത്തിയെങ്കിലും കൊണ്ടുവരും. അങ്ങനെ ഒരു പുറത്തുനിന്ന് കൊണ്ടുവന്ന കത്തി വെച്ചല്ല ഇയാൾ കൊലപാതകം നടത്തിയത് എന്നുള്ളത് ഈ വീടുമായി ഇവിടെ ഇങ്ങനെ ആയുധങ്ങൾ ഉണ്ടെന്നും അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നും കൃത്യമായ ബോധ്യമുള്ള ആളുകളാകാം ചെയ്തത് എന്ന വിലയിരുത്തലാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. 2, ഇപ്പോൾ എത്തിയത് ഒരുപക്ഷെ സാമ്പത്തികം പണം സ്വന്തമാക്കാൻ വേണ്ടി ആയിരിക്കില്ല. ഇവരോടുള്ള വലിയ പക മൂലം ഇവരെ കൊല്ലണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ തന്ത്രപരമായി എത്തി കൊലപാതകം നടത്തുന്നു. അതിനുശേഷം കൃത്യം പൂർത്തിയായ ശേഷം പ്രതിക്ക് ഉണ്ടായ ചിന്തകൾ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായിരിക്കും പലപ്പോഴും സാധ്യത ഉണ്ടായി. വീടിനുള്ളിൽ എന്ത് നടന്നു എന്നത് സംബന്ധിച്ച് ഒരു അന്തിമമായ ചിത്രം ഇനിയും വരുന്നതേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും പോലീസ് കണക്ക് കൂട്ടുന്നത് ഇത്തരം സാധ്യതകളാണ്. ഒന്നുറപ്പാണ്, ഒരു പ്രൊഫഷണൽ ടീം അല്ല എന്ന് പോലീസ് ഉറപ്പിച്ച് പറയുകയാണ് ഈ ഘട്ടത്തിൽ.
അതിന് ഈ പഴയ സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാന കാരണമായി വരുന്നത്. മാത്രമല്ല, സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് ഈ മകന്റെ മരണം അത് ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് സംസ്ഥാന പോലീസ് എത്തുകയും ചെയ്തിട്ടില്ല. പിന്നീട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് 5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് അയാൾക്ക് വിജയകുമാറിന് അങ്ങനെ മകന്റെ കാര്യത്തിൽ ഒരു CBI അന്വേഷണം എന്ന നീതി ലഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആദ്യം പോലീസ് അന്വേഷണം നടന്ന സമയത്ത് പലപ്പോഴും നാട്ടുകാരുടെ ഒക്കെ നേതൃത്വത്തിൽ പലപ്പോഴും ഒരു ആക്ഷൻ കൗൺസിൽ പോലെ എല്ലാ സഹായങ്ങളുമായി രംഗത്തുണ്ടായിരുന്നു. പക്ഷേ വിജയകുമാർ ആ ഘട്ടത്തിൽ കാര്യമായി അതിനൊരു താല്പര്യം കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ വ്യക്തിപരമായ സ്വന്തം നിലയിൽ പോകാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം കൊണ്ടായിരിക്കാം. എന്തായാലും കുടുംബാംഗങ്ങളെ സംബന്ധിച്ചും മകന്റെ മരണത്തിൽ വലിയ സംശയങ്ങളുണ്ട്. നേരത്തെ ടി അസഫ് അലി പറഞ്ഞതുപോലെ തന്നെയുള്ള സംശയങ്ങളാണ്. പക്ഷെ അപ്പോഴും സംസ്ഥാന പോലീസ് എത്തിയത് ഇയാളുടെ കാറിൽ രക്തമുണ്ടായിരുന്നു. അത് ഇയാൾ സ്വയം മുറിവേൽപ്പിക്കുന്നു. അതിനുശേഷം ഈ ട്രാക്കിലേക്ക് പോയി മരിക്കാത്തത് കാരണം ട്രാക്കിലേക്ക് പോയി ട്രെയിനിൽ ചാടി മരിക്കാൻ ശ്രമിക്കുന്നു. ട്രെയിൻ ചെറിയ രീതിയിലെങ്കിലും തട്ടിയിട്ടുള്ളതാകാം. ഈ വലിയ രീതിയിൽ ട്രെയിൻ തട്ടുമ്പോഴാണ് കാര്യമായ ഗുരുതരമായ പരിക്കുകളിലേക്ക് ഉള്ളത്. ഒരുപക്ഷെ അന്ന് സംഭവിച്ചത് അങ്ങനെയാകാം എന്ന വിലയിരുത്തലായിരിക്കും അന്ന് പോലീസിനുണ്ടാകുക എന്ന് കണക്കാക്കേണ്ടി വരും. ഒരു കാര്യം കൂടിയുള്ളത്, ഈ എന്തുകൊണ്ടാണ് ഗൗതം, ഇവരുടെ മകൻ ഗൗതം ആത്മഹത്യ ചെയ്തത്? ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ കുടുംബത്തെ സംബന്ധിച്ചൊരു മകൻ നഷ്ടപ്പെട്ടതിൻ്റെ, അകാലത്തിൽ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിലായിരിക്കാം ഈ ദമ്പതികൾ, ഈ അച്ഛനും അമ്മയും കഴിഞ്ഞു വന്നത്. മകൻ്റെ മരണത്തിൽ നീതി തേടി ദീർഘനാൾ നിയമ പോരാട്ടം നടത്തുന്നു. 2 മാസങ്ങൾക്ക് മുൻപാണ് ഇവരുടെ മകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. CBIൻ്റെ അന്വേഷണം ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രാഥമികമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തതാണ്. അതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ശ്രീജിത്ത്, ഈ മകൻ്റെ മരണവുമായി ഇവരുടെ ഈ ഇരട്ട കൊലപാതകത്തിനും ബന്ധമുണ്ട് എന്ന ഒരു സംശയമൊക്കെ പലരും ഉന്നയിക്കുന്നതും. പക്ഷെ അത് പൂർണ്ണമായും പോലീസ് തള്ളിക്കളയുന്നുണ്ട്. ഒരുപക്ഷെ അത്തരമൊരു സാധ്യത സംശയിക്കേണ്ടതുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ സംശയിക്കേണ്ടതുണ്ടോ? കാരണം ഈ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ട് CBI അന്വേഷണം ഏറ്റെടുത്ത് 2 മാസമാകും മുൻപോൾ തന്നെ കുടുംബം, ഈ അച്ഛനും അമ്മയും അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. ഒരുപക്ഷെ ഈ CBI അന്വേഷണത്തെ ഭയക്കുന്നവർ മകൻ്റെ മരണത്തിൽ പങ്കുണ്ട് എന്ന് ഒരുപക്ഷെ ആരോപണമുണ്ടെങ്കിൽ അവരിലേക്ക് ഒരുപക്ഷെ അന്വേഷണം എത്തുമോ, വിരൽ ചൂണ്ടുമോ, ഈ കാര്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുമോ തുടങ്ങിയ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമായിട്ട് കൂടി കാണേണ്ടതുണ്ടോ? കാണുന്നതിൽ തെറ്റില്ല ടോം. അത്തരം സംശയങ്ങളുള്ളവർക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കുകയും ചെയ്യാം. സംശയത്തെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഹൈക്കോടതി അടക്കം ഇടപെട്ടുകൊണ്ടാണ് ഇങ്ങനൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. നേരത്തെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സംശയത്തിൽ ഈ അന്ന് നടന്ന മരണത്തെ സംബന്ധിച്ച് പല ദുരൂഹതകളും നിൽക്കുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംശയം സ്വാഭാവികമാണ്. കാരണം 2 മാസം മുൻപ് മാത്രമാണ് ടോം നേരത്തെ പറഞ്ഞ ഒരു ഇതിലൊരു തിരക്കഥ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു കഥ നോക്കിക്കഴിഞ്ഞാൽ അത് ഭദ്രമാണ്. അങ്ങനെ ഒരാളിലേക്ക് എത്താം, മറ്റു പ്രതികളിലേക്ക് എത്താം. വേണമെങ്കിൽ ഒന്നുകൂടി ചേർത്ത് പറയാൻ കഴിയുന്നത്, ഈ മകന് ചെറിയ രീതിയിൽ ലഹരി ഉപയോഗമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നാട്ടുകാരിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. വേണമെങ്കിൽ അങ്ങനെയുള്ള സംഘങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഉണ്ട്. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ നടന്ന കൊലപാതകത്തിൽ അവരെത്തിയിരിക്കുന്ന ഒരു നിഗമനം, അങ്ങനെ ഏതെങ്കിലും ഒരു ടീം എന്ന നിഗമനത്തിലേക്ക് അവരെത്തുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് കൃത്യമായി ജില്ലാ പോലീസ് മേധാവി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ്. കാരണം ഈ മകൻ ഗൗതമിന്റെ മരണം അത്രയും പ്രൊഫഷണലായി ചെയ്യാം എന്നുണ്ടെങ്കിൽ, പോലീസിനെ ഒളിപ്പിച്ചു വെച്ച് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഈ കൊലപാതകവും അങ്ങനെ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഈ കൊലപാതകത്തിൽ പോലീസിനെ സംബന്ധിച്ച് ഒരു ക്രൈം സീനിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊലപാതകം നടന്നത്, ഇതൊരു പ്രൊഫഷണൽ ടീമാണോ എന്നൊക്കെ അവർക്ക് പെട്ടെന്നൊരു നിഗമനത്തിൽ എത്താൻ കഴിയുന്ന അനുഭവ സമ്പത്ത് ഉള്ളവരാണ്. പ്രത്യേകിച്ച് കോട്ടയത്തെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ എല്ലാ ടീമും ഇവിടെ ഉണ്ടായിരുന്നു. ഈ ചുറ്റുവട്ടമുള്ള ഏതാണ്ട് എല്ലാ കോട്ടയത്തെ പോലീസിലെ ഏറ്റവും മികവ് തെളിയിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടത്തിയത്. ആ പരിശോധനയ്ക്കൊടുവിൽ നിലവിൽ അവർ നൽകുന്ന സൂചന ഇതങ്ങനൊരു പ്രൊഫഷണൽ ടീം അല്ല എന്നുള്ളതാണ്. പക്ഷെ അവർ അമിത് എന്ന പേരിലേക്ക് അവർ പറയുന്നുമില്ല. അതിനാണ് കൂടുതൽ സാധ്യത. അത് അങ്ങനെ തന്നെയാണോ എന്ന് കൃത്യമായ വിവരം നൽകണം എന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയ പരിശോധനാ ഫലവും മറ്റും പുറത്തു വരേണ്ടതുണ്ട്. പോലീസ് പരസ്യമായി പറയുന്നത് പ്രതികൾ ആരും തന്നെ കസ്റ്റഡിയിലില്ല എന്നുള്ളതാണ്.
പക്ഷെ അങ്ങനെ കസ്റ്റഡിയിലില്ല എന്ന് പോലീസ് പറഞ്ഞാൽ കസ്റ്റഡിയിലില്ല എന്ന് തന്നെ ധരിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. കാരണം ഒരു കസ്റ്റഡിയിലെടുത്ത് പ്രതി എടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ പോലീസ് പലപ്പോഴും പല സംഭവങ്ങളിലും കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കസ്റ്റഡിയിലുണ്ടെന്ന് സമ്മതിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പോലീസിന്റെ ഇപ്പോഴത്തെ തീർച്ചയായും അതുതന്നെയാണ് ഒരുപക്ഷെ പരിശോധിക്കേണ്ടത്. അത്തരം പോലീസിന് കൃത്യമായും പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രൊഫഷണൽ കില്ലർ അല്ല ഇത് നടത്തിയതെന്ന് പറയുമ്പോഴും ഈ കൊലപാതകത്തിന്റെ സാധ്യത ഒന്ന് പരിശോധിക്കുമ്പോൾ ശ്രീജിത്ത്, ഈ വീട്ടിലെ ഒരു വാതിലിലോ മറ്റു ബലപ്രയോഗം നടന്നതിന്റെ പാടുകളില്ല എന്ന് അയൽവാസികളൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തോ ഒരു ശബ്ദം കേട്ടൊരു പക്ഷേ ഈ വീട്ടുടമ ഈ വിജയകുമാർ പുറത്തിറങ്ങിയതാകാം. അതിനുശേഷം ഈ അമ്മിക്കല്ലും കോടാലിയും ഒക്കെ നിലത്തുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നുണ്ട്. ഹാളിലാണ് വിജയകുമാറിന്റെ മൃതദേഹം കണ്ടത്. അവിടെ പട്ടി കുരച്ചിട്ടില്ല, പട്ടി ഇതുവരെയും അനങ്ങിയിട്ടില്ല, അവളുടെ വളർത്തുനായ അനങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയ്ക്കും വിദഗ്ധമായി നടത്തിയൊരു കൊലപാതകം. പക്ഷെ പോലീസ് എന്തുകൊണ്ടാണ് ഇതിലൊരു പ്രൊഫഷണൽ കില്ലർ അല്ല ഇത് നടത്തിയതെന്ന് ഉറപ്പിക്കുന്നത്? ഈ ടോം പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയാണ് അതിന്റെ പ്രധാന കാര്യം. കാരണം അതൊരു ഈ വീടുമായി അത്രയും പരിചയമുള്ള ആളാണ്. എവിടെയാണ് ആയുധം ഇരിക്കുന്നത് നമുക്ക് കൃത്യമായ ബോധ്യം അവർക്കുണ്ട്. വീട്ടിലെ ആയുധം വെച്ചാണ് ഈ കൊലപാതകം ചെയ്യുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജനൽ എങ്ങനെ തുറക്കണം എന്ന് കൃത്യമായ ധാരണയുള്ള ആൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ജനൽ തുറക്കുന്നു. അതിനുശേഷം ഈ അമ്മിക്കല്ല് കൊണ്ടുവന്നത്, അതായത് ജില്ലാ പോലീസ് മേധാവിയുടെ പരസ്യമായിട്ടുള്ള പ്രതികരണത്തിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത്. അത് അമ്മിക്കല്ല് കൊണ്ടുവന്നത് ഒരുപക്ഷെ ഡോർ തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അമ്മിക്കല്ല് ഇവിടുന്ന് എടുത്തതാകാം, അവിടെ കിടക്കുന്നതിന് കാരണം ഡോർ തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തള്ളി അതുകൊണ്ട് ഇടിച്ച് തുറക്കുക എന്ന ലക്ഷ്യം ഈ പ്രതിക്കുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. അതൊരു കാര്യം. പക്ഷെ അത് ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ജനൽ തുറക്കുന്നു. അതിനുശേഷം അതിനുള്ളിലേക്ക് പ്രതിക്ക് സ്വാഭാവികമായും വളരെ എളുപ്പത്തിൽ കയറാൻ കഴിയുന്നു എന്നുള്ളതാണ്. മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള ഒന്നും തന്നെ ഇതിലില്ല. ഇതിലൊരു വ്യക്തിപരമായ പ്രതികാരമാണ് ഉള്ളത് എന്ന് സംശയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ വീട്ടിനുള്ളിലെ ആയുധം തന്നെ ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്. അത് വീടുമായി പരിചയമുള്ള ആൾ, ഈ ഏതാണ്ട് 7-8 മാസത്തോളം ഈ വീട്ടിലെ വളരെ സ്വന്തം ആളെ പോലെ നിന്നിരുന്ന ആളാണ് ഈ മുൻപുണ്ടായിരുന്ന ഈ തൊഴിലാളി. അതുകൊണ്ട് അത്രയധികം പരിചയമുണ്ട്. ഈ വീട്ടിൽ ഉള്ളവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെയായിരുന്നു ഇയാൾ എന്ന് തന്നെയാണ്. അത്രയും വിശ്വസ്തനായിരുന്നു. പക്ഷേ ഈ ഫോൺ പോയതോടുകൂടിയുള്ള സംശയത്തിലാണ് ഇയാൾ കുടുങ്ങുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന സാമ്പത്തിക തട്ടിപ്പിലേക്ക്, ഫോൺ മോഷണം എന്നുള്ള നിലയിലാണ് ആദ്യഘട്ടത്തിൽ ഇത് പറയുന്നത്. പക്ഷേ ഫോൺ മോഷണത്തിനപ്പുറത്തേക്ക് ഈ ഫോൺ ഉപയോഗിച്ച് ട്രാൻസ്ഫർ നടത്തിയിരുന്നു, പണം കൈമാറി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട. അങ്ങനെയാണ് അതൊരു സാമ്പത്തിക തട്ടിപ്പ് കേസായി ഫലത്തിൽ മാറുകയും ചെയ്യുന്നത്. ഇയാൾ റിമാൻഡിലാകുകയും ചെയ്യുന്നത്. അതിലാണ് ഇയാൾക്ക് പ്രതികാരമുള്ളത്. ഇനി ടോം നേരത്തെ പറഞ്ഞുള്ള സംശയങ്ങൾ സ്വാഭാവികമാണ്. സ്വാഭാവികമായിട്ട് പോലീസ് ഇപ്പോൾ അതിനെക്കുറിച്ച് കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും പോലീസ് അതിനെക്കുറിച്ചൊക്കെ പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ടോം വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോട്ടയത്തെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിൽ പ്രതിയെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചുവെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇവരുടെ വീട്ടിലെ മുൻ ജോലിക്കാരനായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി അമിതിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നത്. മലപ്പുറത്ത് 15-കാരനെ ലഹരി നൽകി പീഡിപ്പിച്ച യുവതി അറസ്റ്റിൽ. പാലക്കാട് കല്ലടിക്കോട് സ്വദേശിനി സത്യഭാമയാണ് തിരൂർ പോലീസ് പിടികൂടിയത്. പീഡന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി കുട്ടിയെ ലഹരി ഏജന്റായി ഉപയോഗിച്ചെന്നും പരാതിയിൽ പറയുന്നു. ഭർത്താവിൻ്റെ അറിവോടെയായിരുന്നു പീഡനം. ഭർത്താവ് ഒളിവിലാണ്. CB അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഇത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. കാരണം ഒരു യുവതി 15-കാരനെ പീഡിപ്പിക്കുന്നു. അതിനുശേഷം ആ പീഡന ദൃശ്യങ്ങൾ പകർത്തി ഈ കുട്ടിയെ ലഹരി ഏജന്റായി ഉപയോഗിച്ചെന്ന പരാതി. എങ്ങനെയാണ് ഈ സംഭവത്തിലേക്ക് ഈ പരാതി എങ്ങനെയാണ് ഉയർന്നു വന്നത്? ഇവരുടെ ഭർത്താവിനും ഈ സംഭവത്തിൽ പങ്കുണ്ടെന്നാണോ പോലീസ് പറയുന്നത്? സംഭവത്തിൽ ഈ ഭർത്താവിനാണ് പ്രധാനപ്പെട്ട പങ്ക് എന്ന സൂചനയാണ് പോലീസിന് ലഭിക്കുന്നത്. രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, പോക്സോ കേസായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്ത് പറയുന്നില്ല, പ്രത്യേകിച്ച് ഒരു പ്രതിയെ കൂടി പിടികൂടാനുള്ള സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ പല പ്രധാന കാര്യങ്ങളും രണ്ടാമത്തെ, അതായത് ഈ കേസിലെ പ്രതിയായിട്ടുള്ള സാബിക്കിനെ കൂടി പിടികൂടിയ ശേഷം മാത്രമേ വെളിപ്പെടുത്താൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം പുറത്തറിഞ്ഞത് ഈ കുട്ടി വീട്ടുകാരുമായിട്ട് ഇക്കാര്യങ്ങൾ അറിയിച്ചപ്പോഴാണ്. ഇവരുടെ അടുത്ത വീട് തന്നെയാണ്. അപ്പോൾ
ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി വീട്ടുകാരോട് പറയുകയും തന്നെ ഇത്തരത്തിൽ ഈ ലഹരി കൈമാറ്റാനൊക്കെ ഇവരെ നിർബന്ധിക്കുന്നതായിട്ടും തനിക്ക് നേരെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടും അതിക്രമം ഉണ്ടായതായിട്ടും വീട്ടുകാർ പറയുകയും തുടർന്ന് വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയും അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവർക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ദമ്പതികൾക്കെതിരെ, ഇവർ പാലക്കാട് സ്വദേശിനിയാണ്, ഇവർക്കെതിരെ മുൻപ് നർക്കോട്ടിക് കേസുകൾ ഉള്ളതായിട്ടുള്ള വിവരങ്ങൾ പോലീസിൽ നിന്ന് ഇതുവരെ ലഭിച്ചിട്ടില്ല. മുമ്പ് ഏതെങ്കിലും ലഹരി കടത്ത് കേസിലോ ലഹരി കൈവശം വെച്ച കേസിലോ അത്തരത്തിലുള്ള കേസുകളിൽ ഇവർ പിടികൂടിയതായിട്ടുള്ള വിവരങ്ങൾ ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ലഹരി കൈമാറ്റത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മുഖ്യ പ്രതി, അതായത് ഈ കേസിലെ യുവതിയുടെ ഭർത്താവിനെ കൂടി അറസ്റ്റ് ചെയ്തതിന് ശേഷമേ ലഭ്യമാവുകയുള്ളൂ എന്നാണ് പോലീസിൽ നിന്നും അറിയിച്ചിരിക്കുന്ന കാര്യം. പക്ഷേ ഇത് വലിയ ഞെട്ടലുണ്ടാക്കുന്നൊരു കാര്യം, ഈ ലഹരിയുടെ ഉപയോഗത്തിന് ശേഷമാണോ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്, ലഹരി ഇതിലൊരു വലിയ ഘടകമായിട്ടുണ്ട് എന്നുള്ളതാണ് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം. അതിൽ ലിംഗഭേദമില്ലാതെ ലഹരി എല്ലാവരെയും ഒരേപോലെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. 30 വയസ്സ് മാത്രമാണ് യുവതിക്കുള്ളത്. ഇവർ കുറച്ചു കാലമായിട്ട് ഇവിടെയൊക്കെ തന്നെയാണ്, ഈ തിരൂർ മേഖലയിൽ തന്നെയാണ് താമസം. തീർച്ചയായും അനുമോദ്, എന്തായാലും ഈ കുട്ടിയുടെ 15-കാരൻ്റെ മാതാപിതാക്കളുടെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ 15-കാരൻ, ഈ വിദ്യാർത്ഥി ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒരു അന്വേഷണം എത്തുന്നത്? മാത്രമല്ല, ലഹരിയുടെ ഏജന്റായി ഈ കുട്ടിയെ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആർക്കൊക്കെയാണ്, അതായത് തൻ്റെ സഹപാഠികൾക്ക് അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റ് കുട്ടികൾക്ക് ഈ 15-കാരൻ വഴി ഇവർ ലഹരി നൽകിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം എന്താണ്? അപ്പം ഈ വീട്ടുകാർ പരാതിപ്പെട്ടത് കുട്ടി നൽകിയ വിവരപ്രകാരമാണ്. കുട്ടി തന്നോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തനിക്ക് നേരെ ഉണ്ടായി, ഇതാണ് സംഭവിച്ചതെന്ന് കുട്ടി രക്ഷിതാക്കളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസിൽ ഇവർ വിവരമറിയിക്കുകയും തുടർന്ന് ഈ സംഭവം ഇത്രയും വരെ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇവർ പറയുന്നത് ഈ ഇത്തരത്തിലുള്ളൊരു പീഡനത്തിൻ്റെ ദൃശ്യം മൊബൈലിൽ ഈ യുവതിയുടെ ഭർത്താവ് പകർത്തുകയും ഇത് കാണിച്ച് കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഈ ലഹരി ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യുവാനും അല്ലെങ്കിൽ അത് അവർ നിർദ്ദേശിക്കുന്ന പോലെ ആളുകളിലേക്ക് കൈമാറാനൊക്കെ എത്തിച്ചു എന്ന തരത്തിലുള്ള സൂചനകളാണ് പോലീസിൻ്റെ ഭാഗത്ത് കിട്ടുന്നത്. പോലീസിൽ മുഴുവൻ വിവരങ്ങൾ പറയുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് പോക്സോ കേസാണ്. ഈ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് കഴിയില്ല എന്ന് പോലീസ് പറയുന്നു. രണ്ടാമതായിട്ട് കേസിലെ പ്രതിയായിട്ടുള്ള ആളെ ഇനിയും പിടികൂടാനുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ പറഞ്ഞ് പോലീസിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ആ കുട്ടിയുടെ സ്വകാര്യത കൂടി പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നുകൊണ്ടായിരിക്കാം. എന്തിനാണെങ്കിലും കേട്ടുകേൾവിയില്ലാത്ത സംഭവവികാസങ്ങളാണ് ലഹരിയുടെ പിന്നാലെ, ലഹരിയുടെ മറവിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 15-കാരനെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ച 30-കാരി അറസ്റ്റിലായ ഈ സംഭവം തന്നെ ഈ ലഹരി പരമ്പരകളുടെ തുടർച്ചയായിട്ടുള്ള ഒരു സംഭവവികാസമായിട്ട് വേണം, ഒരു ക്രൈമായിട്ട് തന്നെ വേണം നമുക്ക് കാണുവാൻ. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ മുഖ്യപ്രതിയെ കൂടി പിടികൂടിയ ശേഷം നമുക്ക് ഇതിന്റെ കൂടുതൽ വ്യക്തമാണ്. CB അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്താണ് 15-കാരനെ ലഹരി നൽകി പീഡിപ്പിച്ച കേസിൽ യുവതി പിടിയിലായിരിക്കുന്നത്. ഈ പിന്നീട് അതിനുശേഷം ഈ കുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി ഈ 15-കാരനെ ലഹരിയുടെ ഏജന്റായി ഉപയോഗിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ഭർത്താവിന് വേണ്ടിയും അന്വേഷണം ഊർജിതമാണ്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. മലപ്പുറം പൊന്നാനിയിൽ നിന്ന് 3 കുട്ടികളെ കാണാതായിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. പൊന്നാനി സിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. കുട്ടികളുടെ കൈവശം പണമോ മൊബൈലോ ഇല്ലെന്നും പൊന്നാനി അല്ലാതെ മറ്റെവിടെയും പോയി പരിചയമില്ലെന്നും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ മോനും പറഞ്ഞിട്ടില്ലേ, കുഞ്ഞുമോനും പറഞ്ഞില്ലേ, സാനിഫ് പിന്നെ നമ്മളായിട്ട് അത്ര ടച്ചില്ലാത്തതിൻ്റെ പേരിൽ അവർ പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാതാണ് ഒന്ന് പോയത്. ഒന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എവിടെ പോയി എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലല്ലോ. കാരണം അവർ നമ്മളോട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ടൂറ് പോവുകയാണ്. അതിൽ അത് ഓരോ സ്നേഹിതന്മാർ പറഞ്ഞിട്ടുള്ള അറിവാണ്. അവൻ ബാംഗ്ലൂർ പോകും, കുറ്റപ്പുറം പോകും, ഏറുവാടിയിൽ പോകും, അവിടെ പോകും, ഗോവയിൽ പോകും. അപ്പോൾ ഈ 3 ചെറിയ 14 വയസ്സുള്ള 3 ചെക്കന്മാർ ഈ ലോകത്ത് എവിടെയൊക്കെ പോകും? 10 പൈസ കയ്യില്ലാതെ, ഒരു ഐഡൻറ്റിറ്റി കാർഡ് പോലും പോക്കറ്റ് വെക്കാതെ വരെ എവിടെ പോകും? ഒന്നും പറഞ്ഞിട്ടില്ല, ഒരക്ഷരം മുണ്ടിട്ടില്ല. അവൻ പോകുന്നത് നമ്മൾ അറിയൂല. അവനിങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ബാപ്പാനായിട്ടുമായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ദർശി പോകാൻ പറഞ്ഞാൽ പോകില്ല, അങ്ങനെയുള്ളൊരു പ്രശ്നമല്ലേ ഉണ്ടായില്ല. അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ അവന് പെട്ടെന്ന് പോയതാണ് കാണുന്നത്. അല്ലാതെ വേറെ
നമ്മളിവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പോകുന്നൊക്കെ ആരോടെങ്കിലും പറഞ്ഞു? ഇവിടെ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല, ഒന്നും എഴുതി വെച്ചിട്ടുമില്ല. ഒന്നും മൊബൈലൊന്നും ഇല്ല, പൈസ ഉള്ളതൊന്നും അറിയില്ല. പൈസ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. 20 ഉറുപ്പിക ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. 20 ഉറുപ്പിക കൊണ്ടുപോയി, വേറെ പൈസ ഒന്നും കൊണ്ടുപോയിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് 3 കുട്ടികളെയും കാണാതായത്. CV അനുമോദ് വീണ്ടും ചേരുന്നുണ്ട് മലപ്പുറത്തുനിന്ന്. അനുമോദ്, ഈ പൊന്നാനിക്കപ്പുറം പുറത്തുപോയി മറ്റ് പരിചയമില്ലാത്ത കുട്ടികൾ, പണമോ മൊബൈലോ കൈവശമില്ല, അവർ എവിടെ പോകാനാണ് സാധ്യത? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? ടോം, പൊന്നാനിയിൽ നിന്ന് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ 3 കുട്ടികൾ അവരെ കാണാതായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ 3 കുട്ടികളുടെ വീടുകളിലും പോയിരുന്നു, അവരുടെ രക്ഷിതാക്കളുമായി സംസാരിച്ചിരുന്നു. ഈ കുട്ടികൾക്ക് മറ്റൊരു തരത്തിലുള്ള ബന്ധവും ഈ പൊന്നാനിക്ക് പുറത്തില്ല. കുട്ടികൾ പഠിക്കുന്ന സ്ഥലവും പൊന്നാനിയും മാത്രമാണ് അവർ പോയിട്ടുള്ളത്. കൈവശം മൊബൈൽ ഫോണില്ല, കൈവശം പണമില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. അവർക്ക് ആകെ ഉള്ള ഒരു പ്രശ്നം, ഈ കുട്ടികളിൽ ഒരാൾ മതപഠന കേന്ദ്രത്തിൽ ചേർത്ത വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവിടേക്ക് പോകാൻ ആ കുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച ഈ കുട്ടിയെ അവിടെ കൊണ്ടുപോകുമെന്ന് വീട്ടുകാർ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിനു മുൻപ് ഇവിടെ നിന്നും ഇവർ പോവുകയാണ് ചെയ്തത് എന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞ കുട്ടിക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞപ്പോൾ മറ്റു കുട്ടികളുടെ കൂടെ അവർ ഒരുപക്ഷെ ഇവിടെ നിന്ന് പോയതായിരിക്കാം എന്നതാണ് കണക്കാക്കുന്നത്. എന്തുതന്നെയാണെങ്കിലും വലിയ ആശങ്കയിലാണ് കുടുംബമുള്ളത്. ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ഇവരുടെ കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ്. നിലവിൽ പൊന്നാനിക്ക് സമീപത്തുള്ള തിരൂര്, കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് CCTVകളുടെ ക്യാമറകളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചൊക്കെയാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ബംഗളൂരുവിലേക്ക് പോകും എന്ന് കുട്ടികളൊരാൾ വീട്ടിൽ മുമ്പ് പറഞ്ഞു. എന്നെ ഇഷ്ടമില്ലാത്ത കാര്യത്തിന് പഠിക്കാൻ നിർബന്ധിച്ചാൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞതായിട്ടുള്ളൊരു വിവരമുണ്ട്. കൂട്ടുകാരും അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ കൈവശം പണമില്ലാതെ, ഒരു പരിചയവുമില്ലാതെ എങ്ങനെ ഇവർ ബാംഗ്ലൂർ വരെ എത്തുമെന്ന ചോദ്യം വീട്ടുകാർ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ സംഭവം നടന്ന കുട്ടികളെ കാണാതായിട്ട് രണ്ടാം ദിവസമാവുകയാണ്. അപ്പോൾ ഇത്രയും സമയം അവരെ ട്രേസ് ചെയ്യാൻ പോലീസിന് സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മൊബൈൽ ഫോൺ അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുകയാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ചെയ്യുന്നത്. പൊന്നാനിയിൽ അന്ന് രാത്രി ഇവർ ബാഗുമായി നിൽക്കുന്നത് കണ്ടവരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് ആ മേഖലയിലുള്ള CCTV ക്യാമറകൾ അവർ പോയെന്ന് കരുതുന്ന ബസ് കണ്ടെത്താൻ ശ്രമം നടക്കുന്നു. അവർ അടുത്ത് പോയിട്ടുണ്ടാകാൻ സാധ്യതയുള്ള റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നു. അത്തരത്തിൽ അവരെ കണ്ടെത്താനുള്ള വഴികളിലൂടെ പോലീസും സഞ്ചരിക്കുകയാണ്. എന്താണെങ്കിലും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ മാസമാണ് 2 പെൺകുട്ടികൾ താനൂരിൽ നിന്ന് മഹാരാഷ്ട്ര ബോംബെയിലേക്ക് പോയതിൻ്റെ ഒരു കോലാഹലം കണ്ടതാണ്. എത്രമാത്രം ആശങ്ക ആ വീട്ടുകാർക്കൊക്കെ നൽകിയിരുന്നു എന്നത് കണ്ടതാണ്. അപ്പോൾ കുട്ടികളിങ്ങനെ പറയാതെ പോകുന്നതും വീട്ടുകാരുടെ ആശങ്കയോ വേദനയോ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇതൊക്കെ വളരെ ലാഘവ ബുദ്ധിയോടെ കണ്ട് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ സമീപകാലത്ത് കൂടിക്കൂടി വരുന്നുണ്ട് നമ്മുടെ ചുറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരുപക്ഷെ മുമ്പും ഇതുപോലെ കുട്ടികൾ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ കൈവശം പണമോ മൊബൈൽ ഫോണോ ഒന്നുമില്ലാതെ അതീവ തീർച്ചയായും അതുതന്നെയാണ് അനുമോദ് സൂചിപ്പിച്ചതുപോലെ മുൻപ് ഇതുപോലെ വീട്ടിൽ നിന്നും കുട്ടികൾ പിണങ്ങി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ അനുമോദ് സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്ത് നിന്ന് 1 മാസം മുൻപ് ഒരു പെൺകുട്ടി കൂട്ടുകാരിക്കൊപ്പമാണ് പോയത്. ഇവിടെ 3 കുട്ടികൾ ഒന്നിച്ചാണ് നാട് വിട്ടത്. കാരണം ഒരുപക്ഷെ ഒരു കുട്ടിക്ക് മാത്രമായിരിക്കാം, ഒരു കുട്ടിയുടെ വീട്ടിൽ മാത്രമായിരിക്കാം പ്രശ്നമുള്ളത്. മറ്റു കൂട്ടുകാരെയും കൂട്ടി ഇവർ പോകുന്നു. മാതാപിതാക്കളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇവർ പോകാനുള്ള മറ്റ് ഇടങ്ങൾ ഇവർ പരിശോധിച്ചിരുന്നോ? കാരണം ഈ സംഭവം നടന്നു, ഈ കുട്ടികളെ കാണാതായി ഇപ്പോൾ 2 ദിവസം പിന്നിടുകയാണ്. ഈ ബന്ധുക്കളുടെ വീടുകളിലോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് മറ്റു പോകാനുള്ള സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ? ഈ ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണോ പോലീസും ബന്ധുക്കളും ഒക്കെ കാണുന്നതും? ഈ മൂന്ന് കുട്ടികളും 3 പഠിക്കുന്നത്. ഒരാൾ പട്ടാമ്പിയിലും മറ്റൊരാൾ പൊന്നാനിയിലും മറ്റൊരാൾ പൊന്നാനിക്ക് സമീപമുള്ള മറ്റൊരു സ്കൂളിലുമാണ്. അപ്പോൾ 3 പേരും ഒരുമിച്ച് പരിചയപ്പെടുന്നത് ഈ മീൻതെരുവിൽ വെച്ചാണ്. 2 കുട്ടികളുടെ വീട് ഒരു മതിൽക്കെട്ടിന് അപ്പുറവും ഇപ്പുറവുമാണ്. മറ്റൊരു കുട്ടിയുടെ അമ്മയുടെ വീട് ഈ മീൻതെരുവിലാണ്. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പരിചയം വരുന്നത്. ഇവർക്ക് പരിചയമുള്ള അല്ലെങ്കിൽ വേറെ ഇടങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുത.
ഇപ്പോൾ 3 പേരും മറ്റേതെങ്കിലും സ്ഥലത്താണ് പഠിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ആ മേഖല കേന്ദ്രീകരിച്ച് പോലീസിന് അന്വേഷണം. പക്ഷേ ഇവർ 3 പേരെയും കോർത്ത് നിൽക്കുന്നത് ഈ പൊന്നാനി മീൻതെരുവ് മാത്രമാണ്. അപ്പോൾ ബന്ധുക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് പോലീസിൻ്റെ അന്വേഷണം പ്രാഥമികമായിട്ട് നടന്നിട്ടുണ്ട്. അവിടെ നിന്നും കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. ഇതിൽ പോലീസിന് ഈ കുട്ടികളിൽ ഒരാൾ, അതായത് കുട്ടികളുടെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞത് ഇവർ ബാംഗ്ലൂരിൽ പോകുന്നു പറഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള ഒരു മറുപടി. അതേപോലെ വീട്ടിലെ ഉമ്മുമ്മയോട് എനിക്ക് താല്പര്യമില്ലാത്ത പഠനത്തിന് നിർബന്ധിച്ചാൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു കുട്ടി പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ, ഇങ്ങനെയുള്ള അവ്യക്തമായിട്ടുള്ള ചില സൂചനകൾ മാത്രമാണ്, മൊഴികൾ മാത്രമാണ് പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളത്. ഇത് ഈ പൊന്നാനി കേന്ദ്രീകരിച്ച്, പൊന്നാനിയുടെ പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. 2, പൊന്നാനിയിൽ നിന്നും ഇവർ ദീർഘ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത, അത് മുൻനിർത്തി റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. ഇങ്ങനെ 2-3 തലങ്ങളിലായിട്ടാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. താനൂർ ഡിവൈഎസ്പി തീർച്ചയായും അനുമോദിലേക്ക് എത്താം. അതിനു മുൻപ് ഈ കാണാതായ ഷാനിഫിന്റെ പിതാവിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. പൊന്നാനി മീൻ തെരുവിലെ ഉമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് ഷാനിഫ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് പിതാവ് സാദിഖ് ന്യൂസ് 18നോട് പറഞ്ഞത്. വീട്ടിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, പൊന്നാനി വിട്ട് എവിടെയും പോയിട്ടുള്ള പരിചയം മകനില്ലെന്നും കൈവശം പണമോ മൊബൈലോ ഇല്ലെന്നും സാദിഖ് പറയുന്നു. ഞായറാഴ്ച പോയി തിങ്കളാഴ്ച കാലത്ത് അറിഞ്ഞു. ഉമ്മയുടെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞ് പോയതാ. അവിടുന്ന് അവരെ വീട്ടിൽ നിന്ന് കുട്ടികളായിട്ട് ഇങ്ങനെ എവിടെ പോയി എന്നുള്ള അറിയില്ല. അതിൽ ആരുടെ കയ്യിലും ഇല്ല. വീട്ടിലൊരു ഫോണുള്ള അതിൻ്റെ കയ്യില്ല. കാശൊന്നും കയ്യിലില്ല, കൊടുക്കലില്ല. ഭയങ്കര കൂട്ടാണ് ഈ 3 പേരും. അവിടെ പോകുമ്പോഴുള്ള ഒരു കൂട്ടന്നെ ഉള്ളു. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇവിടെ നിന്ന് പോയത്, അവരേറ്റ് പോകാൻ വേണ്ടി. വീട്ടിലെന്തെങ്കിലും പറഞ്ഞു? ഉമ്മാനോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു? അമ്മമാരുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഇവര് എവിടെ പോകാൻ എന്തെങ്കിലും കൂട്ടുകാരങ്ങനെ ബാംഗ്ലൂർ പോകണമെന്നുള്ളതാണ് സൂചന കിട്ടിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി എന്നുള്ള ഒരു സൂചന മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും. എവിടേക്കുള്ള ബസ്സാണെങ്കിലും അത് അറിഞ്ഞിട്ടില്ല. അത് സ്റ്റേഷനിൽ പോലീസുകാർ പറഞ്ഞു. 10ാം ക്ലാസ്സിലല്ലേ ഇനി? 10 കഴിഞ്ഞു, 10 പരീക്ഷ കഴിഞ്ഞു. വീട്ടിലൊക്കെ മുമ്പ് എങ്ങനെ പോയിട്ടുണ്ട് എവിടെയെങ്കിലും? എവിടെ പോയില്ല. പൊന്നാനി വിട്ടുപോയിട്ട് ഇല്ല ഇല്ല. പോലീസ് എന്താ പറയുന്നത്? പോയിട്ടോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഫുള്ള് ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് ഒരു വൈകുന്നേരം ആകുമ്പത്തിനൊക്കെ സൂചന തരാൻ. ഒരു വിഷമത്തിലാണ്. 2 ദിവസമായില്ലേ. വീട്ടുകാരും വലിയ സന്തോഷത്തിലൊന്നും അല്ലല്ലോ. നമ്പർ അറിയാം ആൾക്ക്. അവര് പ്ലാൻ ചെയ്തിട്ടുണ്ടോ വിളിക്കണ്ടെന്നുള്ള പേടിച്ചിട്ടൊക്കെ വേറെ അതൊന്നും ഉണ്ടായില്ല. CV അനുമോദിലേക്ക് വേണ്ട. അനുമോദ്, ഈ പിതാവ്, ഈ കുടുംബം വലിയ വേദനയിലാണ്, വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ചും അനുമോദ് നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ഒരു മാസം മുൻപ് മലപ്പുറത്ത് 2 പെൺകുട്ടികൾ കാണാതായപ്പോൾ അവരുടെ കൈവശം ഫോൺ ഉണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫോൺ ഒരു ഘട്ടത്തിൽ മുംബൈയിൽ വെച്ച് അത് സ്വിച്ച് ഓൺ ആക്കിയപ്പോഴാണ് അവരിലേക്ക് അന്വേഷണം എത്താൻ കഴിഞ്ഞത്. പക്ഷെ ഇവിടെ ഈ മൊബൈൽ ഫോൺ പോലും കൈവശം ഇല്ലാത്തത് പോലീസിന്റെ അന്വേഷണത്തിൽ വലിയൊരു വെല്ലുവിളി തന്നെയല്ലേ? മാത്രമല്ല, 3 പേരുടെയും കൈവശം പണമില്ലെങ്കിൽ അവരെങ്ങനെ ഇനി ട്രെയിനിലാണോ അല്ലെങ്കിൽ മറ്റ് പൊതുഗതാഗത സംവിധാനത്തിൽ എങ്ങനെ യാത്ര ചെയ്യും? അതുതന്നെയാണ് വലിയ ആശങ്ക. മൊബൈൽ ഫോൺ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ അവരെ ട്രേസ് ചെയ്യാൻ കുറേ കൂടി വേഗത്തിൽ സാധിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസിനെ അവിടെ എത്താനും അവരെ കണ്ടെത്താനും കഴിയുമായിരുന്നു. നമ്മൾ ആ പെൺകുട്ടികളെ കണ്ടെത്തുന്നതിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ അത്തരത്തിൽ ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് അതീവ ഗുരുതരമാക്കുന്ന ഈ ഒരു സാഹചര്യത്തെ. പിന്നീട് അവർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറി യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അത് എവിടേക്ക്, ഈ പൊന്നാനിക്ക് അപ്പുറം വലിയ ലോകപരിചയമൊന്നും ഇല്ലാതെ ഉള്ള കുട്ടികൾ എവിടേക്ക് പോകുമെന്ന ചോദ്യം, അത് എവിടേക്ക് വേണമെങ്കിലും പോകാം ഒരു പക്ഷേ. പിന്നെ ചെയ്യാൻ കഴിയുന്നത് അവരുടെ ഫോട്ടോ പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നു എന്നുള്ള പ്രചാരണം നടത്തുക എന്നുള്ളത്. നമ്മളടക്കം പോലീസിനെയും ഈ കുടുംബത്തിനെയും ഒപ്പം നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ഗൗരവം അത്തരത്തിലുണ്ട് എന്നതുകൊണ്ടാണ്. കാരണം കൈവശം മൊബൈൽ ഫോണോ ഒരു പണമോ ഇല്ലാതെ
ഈ പൊന്നാനിക്ക് പുറത്തൊരു ലോകത്തെക്കുറിച്ചൊരു പരിചയമില്ലാതെ കേവലം 14-15 വയസ്സുള്ള കുട്ടികൾ എവിടേക്കെന്നറിയാതെ പോയിട്ട് 48 മണിക്കൂർ പോകുമ്പോൾ അവരെക്കുറിച്ച് വിവരങ്ങൾ കണ്ടെത്താൻ നമുക്കും അതിൻ്റെതായൊരു ചുമതല നിർവഹിക്കാനുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ എല്ലാം ഇത്രയും വിശദമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പണ്ട് നാട് വിട്ടുപോയി തിരിച്ചു വരുന്ന പോലെ അല്ല ഇപ്പോഴത്തെ സാഹചര്യമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. പലതരത്തിലുള്ള ഈ നേരത്തെ നമ്മൾ കേട്ടതുപോലെയുള്ള ലഹരി ശൃംഖലയുടെ കണ്ണികളായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിന് വലിയ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവും ബോധ്യമില്ലാത്ത കുട്ടികളെ ഏതെല്ലാം സാഹചര്യങ്ങൾ ചതികൾ മുൻപിൽ നേരിടേണ്ടി വരുമെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അത് വളരെ ഗുരുതരമാണ്. ഈ കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥ, അവരുടെ മാനസികാവസ്ഥ നമ്മൾ കണ്ടറിഞ്ഞതാണ്. അധികം വൈകാതെ ഈ കുട്ടികളെ കണ്ടെത്താൻ സാധ്യമായ നടപടികളെല്ലാം സ്വീകരിക്കുന്നതാണ് താനൂർ DYSP നമ്മളോട് സംസാരിച്ചപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അവർക്കും തടസ്സമായിട്ടുള്ളത് മൊബൈൽ ഫോൺ ശൃംഖല അല്ലെങ്കിൽ നെറ്റ്വർക്ക് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ കഴിയാത്തത് തന്നെയാണ്. എന്താണെങ്കിലും പോകാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളും കേന്ദ്രീകരിച്ചുള്ള ഓരോ വ്യക്തികളിലേക്കും എത്തിയിട്ടുള്ള അന്വേഷണം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് CCTV ക്യാമറകളും അതുപോലെ പൊതു ഇടങ്ങളിലെ ക്യാമറകളും ഒക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എവിടുന്നെങ്കിലും ഇവരെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു തെളിവ് വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. 3 കുട്ടികളെയും കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. എല്ലാ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്ക്. വിൻസിക്കുണ്ടായ ദുരനുഭവത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചു. കൈകൊടുത്ത് പിരിഞ്ഞ ഇരുവരും സിനിമയുമായി സഹകരിക്കുമെന്ന് വ്യക്തമാക്കി. ഷൈനെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ടെന്ന നിലപാടിലാണ് താരസംഘടനയായ അമ്മയും. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, ഈ സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റിയുടെ യോഗത്തിൽ എത്തിയപ്പോൾ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. വിൻസിക്ക് ഉണ്ടായ വിഷമത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കാമെന്ന് പറയുന്നു. ഭാവിയിൽ ഇത്തരം മോശം പരാമർശങ്ങളോ പെരുമാറ്റമോ ഉണ്ടാകില്ലെന്ന് പറയുന്നുമുണ്ട്. അതായത് അങ്ങനെയെങ്കിൽ ഇരുവരും തമ്മിലുള്ള പ്രശ്നം പൂർണ്ണമായും ഒത്തുതീർപ്പാക്കി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഏതാണ്ട് ഷൈൻ ടോം ചാക്കോയും വിൻസിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് ഒതുങ്ങിയ മട്ടാണ്. ഇനി എന്ത് നടപടിയാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് സിനിമാ സംഘടനകളിൽ നിന്നും എടുക്കുക എന്നതാണ് അറിയേണ്ടത്. എന്തായാലും ഇന്നലെ വൈകിട്ടാണ് ഇരുവരും ICCക്ക് മുന്നിൽ എത്തിയത്. ആദ്യം വിൻസിയെ കേട്ടു, പിന്നീട് ഷൈൻ ടോം ചാക്കോയ്ക്കുള്ള വിശദീകരണം കേട്ടു. രണ്ടുപേരും ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കായിട്ടാണ് ഈ സമിതിക്ക് മുന്നിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. ഇത് ഒന്നിച്ചിരുത്തി സംസാരിച്ചതിൽ നിന്നാണ് വിൻസി പറഞ്ഞത് തനിക്ക് ഷൈനിൽ നിന്നുണ്ടായ ഈ ഒരു വിഷമം, ഇത്തരത്തിലുള്ള ഒരു പരാമർശം അത് തന്നെ വളരെയേറെ വിഷമിപ്പിച്ചു എന്ന്. പക്ഷെ ഷൈൻ പറഞ്ഞത് അതൊരു സൗഹൃദത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞതാണ്. വിൻസിക്ക് ഇത്രയും വിഷമം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. അതിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ഇനി ഇത്തരത്തിൽ തന്റെ ഭാഗത്തു നിന്ന് ഒരു പെരുമാറ്റം ഉണ്ടാകില്ല, അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ താൻ ഇനി അതിനെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നതിനെ തുടർന്ന് ഇരുവരും കൈകൊടുത്ത് പിരിയുകയായിരുന്നു. ഇനി ഐ സി ആണ് ഇനി ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് നോക്കിക്കാണേണ്ടത്. ഷൈന് തൽക്കാലം ഒരു താക്കീത് മാത്രം കൊടുത്താൽ മതി എന്നൊരു തീരുമാനത്തിലാണ് സമിതി എന്തായാലും ഇന്നോടുകൂടി തന്നെ റിപ്പോർട്ട് ഈ സിനിമയുടെ നിർമ്മാതാവിന് കൈമാറും. നിർമ്മാതാവായിരിക്കും പിന്നീട് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഈ റിപ്പോർട്ട് കൈമാറുന്നത്. അവിടെ നിന്നായിരിക്കും ഫിലിം ചേംബറിന്റെ പ്രത്യേക കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൈമാറുകയുള്ളൂ. എന്തായാലും ഷൈൻ ടോം ചാക്കോയും വിൻസിയും തമ്മിലുള്ള തർക്കം അത് അവസാനിച്ചിരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഇന്നലെയോടുകൂടി തന്നെ ഇവർ എന്തായാലും അവർക്ക് ഒരു പരസ്പരം ഒരു ധാരണയിലെത്തി പിരിഞ്ഞതോടുകൂടി ഇനി മറ്റ് നടപടികളിലേക്കൊന്നും വേണ്ട എന്ന തീരുമാനത്തിലാണ്. വിൻസി തുടക്കം മുതലേ പറഞ്ഞിരുന്നു പോലീസിൽ അടക്കം പരാതി നൽകുവാനോ അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികളുമായിട്ടൊന്നും പോകാൻ തനിക്ക് താല്പര്യമില്ല. സിനിമയിൽ നിന്നുണ്ടായ സംഭവമാണ്, അത് സിനിമയിൽ തന്നെ തീർക്കാമെങ്കിൽ അത് മാത്രമാണ് താൻ മുന്നോട്ട് നോക്കുന്നതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫിലിം ചേംബറിനും അമ്മയ്ക്കും അടക്കം വിൻസി പരാതി നൽകുകയും ചെയ്തത്. എന്തായാലും തന്റെ ഈ പരാതി ചോർന്നതിലുള്ള അതൃപ്തി വിൻസി അലോഷ്യസ് യോഗത്തിന് അറിയിച്ചല്ലോ. അതോടൊപ്പം വിൻസി അലോഷ്യസിന്റെ പരാതിയിലെ ഇന്റേണൽ കമ്മിറ്റി യോഗം ചേർന്ന ആ വേദിയെ സംബന്ധിച്ചൊക്കെ ചില വിവാദം ഉയർന്നിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഈ ഓഫീസിലാണ് യോഗം നടന്നതെന്ന്. ഈ വിഷയത്തിലൊക്കെ സ്വാഭാവികമായി ഇനിയൊരു അന്വേഷണം ഉണ്ടാകുമോ? അതോ ഈ വിവാദം ഈ ഷൈനും വിൻസിയും തമ്മിലുള്ള വിവാദം ഒത്തുതീർപ്പായ സാഹചര്യത്തിൽ ഈ വിൻസിയുടെ പരാതി ചോർന്ന വിഷയവും ഈ യോഗം
നടന്ന വേദി സംബന്ധിച്ചുള്ള വിഷയവും അവസാനിക്കേണ്ടതാണോ, അതോ ഈ വിഷയത്തിൽ ഇനിയൊരു അന്വേഷണം ഉണ്ടാകുമോ? ടോം, ഇതിൽ ഇനി ഒരു പ്രത്യേക അന്വേഷണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. കാരണം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അത് എത്രയും വേഗം ഒതുക്കി തീർക്കുക എന്നൊരു രീതിയിലേക്ക് തന്നെയാണ് സിനിമാ സംഘടനകൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഷൈനെതിരായിട്ടുള്ള ഒരു നടപടിയോ അല്ലെങ്കിൽ വിൻസിയുടെ ഈ ഒരു ബുദ്ധിമുട്ടിന് ഈ വാർത്ത ചോർന്നതിനുള്ള ബുദ്ധിമുട്ടിലൊക്കെ അത് പറഞ്ഞു തീർക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് നടപടികളിലേക്കൊന്നും പോകുന്നതായി കാണുന്നില്ല. ഇന്നലെ ഐസിയുടെ യോഗം ചേർന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിലാണ്. ഇതൊരു ജുഡീഷ്യറിയുടെ അധികാരമുള്ള ഒരു കമ്മിറ്റി കൂടിയാണ്. ഈ കമ്മിറ്റി ആരോപണ വിധേയൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അത് കളക്ടർക്കും ഒപ്പം പോലീസിനും പരാതി നൽകി അവർക്ക് നടപടിയെടുക്കാനുള്ള ഒരു അധികാരമുണ്ട്. അത്രയും പവറുള്ള ഒരു കമ്മിറ്റിയാണ് ഈ ഐസി എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും സംഘടനകളുടെ സ്വാധീനത്തിൽ വലയത്തിൽ വീഴാൻ പാടില്ല എന്ന് പ്രത്യേകം ഈ പോഷ് ആക്ട് പ്രകാരം പറയുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ ഈ യോഗം നടക്കുമ്പോൾ ചില പ്രൊഡ്യൂസർമാരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു സ്വാധീനം ഈ കമ്മിറ്റിക്ക് മേൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ലേ എന്നാണ് ഫിലിം ചേംബറിലെ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. രാവിലെ മുതൽ തന്നെ ഏകദേശം ഉച്ച സമയം വരെ എവിടെയാണ് ഈ യോഗം നടക്കുന്നതെന്ന് ഫിലിം ചേംബറിലെ അംഗങ്ങൾ പോലും മാധ്യമങ്ങൾക്ക് പോലും ഈ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നില്ല. കാരണം അത്രയും രഹസ്യമായിട്ടാണ് ഈ ഐസിയുടെ യോഗം ചേരേണ്ടത്. പരാതിക്കാരെയും ആരോപണ വിധേയരെയൊക്കെ വളരെ രഹസ്യമായിട്ടാണ് അവിടേക്ക് വിളിച്ചു വരുത്തി അവരുടെ വിശദീകരണം തേടേണ്ടതെന്നായിരുന്നു. അങ്ങനെയാണ് അതിന്റെ നിയമ നടപടി. പക്ഷേ ഫിലിം ചേംബർ പറയുന്നത് അത്രയും രഹസ്യമായി നടത്തേണ്ട ഒരു സംഭവം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ വെച്ച് നടത്തിയത് ശരിയായി തോന്നുന്നില്ല. ഒരുവിധം അംഗങ്ങളൊക്കെ അതിന് വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഈ വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പറയാനുള്ളതെന്നും കൂടി കേൾക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസ് തീർച്ചയായും നവമി, എന്തായാലും തൽക്കാലത്തേക്ക് ഈ വിവാദം അവസാനിച്ചിട്ടുണ്ട്. താൻ ഇനി നന്നാകാം, ഒരു മര്യാദക്കാരനാകാം എന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമാ അധികൃതരോട്, ഈ കമ്മിറ്റിയോട്, ഇന്റേണൽ കമ്മിറ്റിയോട് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ വിവാദങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ലഹരി കേസുകൾ, 2 ലഹരി കേസുകളുടെ അന്വേഷണമുണ്ട്. ഒന്ന് കൊച്ചിയിൽ നിന്നും പോലീസിനെ കണ്ട് ഇറങ്ങി ഓടിയ കേസ്, 2 ആലപ്പുഴയിലെ ലഹരി കേസ്. ഇതിൽ ഈ കൊച്ചിയിലെ ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഷൈൻ ലഹരി ഉപയോഗിച്ചതിന്റെ തെളിവുകളൊന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനി ഒരുപക്ഷെ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ള ഷൈൻ്റെ മുടി ഉൾപ്പെടെയുള്ളവരുടെ പരിശോധനാ ഫലം അനുകൂലമായില്ലെങ്കിൽ അത് പോലീസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. നിലവിൽ ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് എന്തെങ്കിലും തെളിവ്, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എന്തെങ്കിലും തെളിവ് ലഭ്യമായിട്ടുണ്ടോ നവമി? ടോം, ഇതിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ധൃതിപ്പെട്ട് കേസെടുത്തതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതൃപ്തിയുണ്ടെന്ന തരത്തിലുള്ളൊരു വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കാരണം ഇന്നലെ കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് ഷൈൻ ടോം ചാക്കോയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. എങ്കിൽ പോലും ഷൈനെതിരെ തെളിവുകളൊന്നുമില്ല എന്ന തരത്തിലായിരുന്നു കമ്മീഷണറുടെ പരാമർശം. ഇതിൽ അന്ന് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നു, അതിനുശേഷം നിയമോപദേശം തേടിയതിനു ശേഷം കൂടിയാണ് കേസെടുത്തതെന്ന് പറയുമ്പോൾ കൂടിയും അങ്ങനെ ഒരു ധൃതിപ്പെട്ട് തെളിവുകളൊന്നുമില്ലാതെ ഒരു കേസ് എടുക്കണ്ടായിരുന്നു. കോടതിയിൽ എത്തുമ്പോൾ ഇത് തെളിവുകളുടെ അഭാവത്തിൽ ഇത് തള്ളിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ധൃതിപ്പെട്ട് കേസെടുത്തതെന്ന് അറിയില്ല എന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അതൃപ്തി പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്. ഇന്നലെ കമ്മീഷണർ അങ്ങനെ പറഞ്ഞുവെങ്കിലും ഇന്ന് മറിച്ച് അങ്ങനെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തെളിവുകൾ ശേഖരിക്കുമെന്ന് മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ഒരു അതൃപ്തി എന്ന് ഇനി നമുക്ക് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. നിലവിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ തെളിവുകൾ ശേഖരിക്കുവാൻ പോലീസിനായിട്ടില്ല. ഇപ്പോൾ കയ്യിലുള്ള തെളിവ് ഈ രാസപരിശോധനാ ഫലം വരുമ്പോൾ കിട്ടുന്നത് മാത്രമാണ്. മറ്റൊന്ന് ഈ സാമ്പത്തിക ഇടപാട്, ഈ ലഹരി ഇടപാട് നടത്തുന്നവരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് മാത്രമാണ്. ഒപ്പം ഷൈൻ നൽകിയ മൊഴിയും. ഈ ഷൈൻ മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കോടതിയിലേക്ക് പോകുമ്പോൾ പോലീസ് പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമായിരിക്കും. ലഹരിക്ക് വേണ്ടി തന്നെയാണ് ഈ സാമ്പത്തിക ഇടപാട് നടത്തിയതെന്ന് പോലും പോലീസിന് അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം മതി ഷൈൻ ടോം ചാക്കോയെ ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്
തുടർ നടപടികളിലേക്ക് കടക്കുകയോ ചെയ്താൽ മതി എന്നാണ് കമ്മീഷണർ അടക്കമുള്ളവർ ACP-മാർക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി തെളിവ് ശേഖരിക്കുക എന്നൊരു ദൗത്യത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നീങ്ങുന്നത്. യെസ്, വ്യക്തമാണ്. നവമി സൂചിപ്പിച്ചതുപോലെ പോലീസിൻ്റെ അകത്ത് പോലും ചെറിയ രീതിയിൽ അതൃപ്തിയുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ ഈ കേസിൽ ഇനി തിരിച്ചടി ഉണ്ടാകുമ്പോൾ, നേരത്തെ കൊക്കൈൻ കേസിൽ 2015 കൊക്കൈൻ കേസിൽ കോടതി ഷൈൻ ടോം ചാക്കോയെ കുറ്റവിമുക്തനാക്കിയതാണ്. അന്ന് പോലീസിൻ്റെ ഭാഗത്തുണ്ടായ അന്വേഷണത്തിലെ പിഴവുകളടക്കം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ലഹരി ഉപയോഗിച്ചോ എന്ന് കണ്ടെത്താൻ പോലും പോലീസ് തയ്യാറായില്ല. അതിനപ്പുറം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും പോലീസിനെ കണ്ട് ഇറങ്ങിയോടിയ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്തതിന് മുൻപ് പോലീസ് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരുമായി ലഹരി വിൽപ്പനയ്ക്ക് അപ്പുറമുള്ള അടുത്ത ബന്ധമെന്ന് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതി തസ്ലീമ സുൽത്താന. തസ്ലീമ ഉൾപ്പെടെയുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ശ്രീനാഥിനും ഷൈനിനും ഈ ആഴ്ച തന്നെ എക്സൈസ് നോട്ടീസ് നൽകും. സ്വർണ്ണക്കടത്ത് കേസിൽ മുൻപ് അറസ്റ്റിലായതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച തസ്ലീമ 5 ദിവസം തിഹാർ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തെ അറിയിച്ചു. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശരണ്യ, കഴിഞ്ഞ ദിവസം തസ്ലീമ പോലീസിനോട് പറഞ്ഞത് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയുമായി നല്ല സൗഹൃദമാണ്, ലഹരി ഇടപാടുകൾ ഇല്ല എന്നാണ്. ഈ 2ാം ദിവസത്തെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഈ പ്രതിയിൽ നിന്നും എക്സൈസിന് ലഭിച്ചിട്ടുണ്ടോ? ഇനിയൊരു പക്ഷേ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ഇവർ കസ്റ്റഡിയിൽ ഉള്ള കാലയളവിൽ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, അതോ ഈ ചോദ്യം ചെയ്യൽ, തസ്ലീമയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കുമോ അത്തരം നടപടികളിലേക്ക് കടക്കുകയുള്ളൂ? ടോമി, ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഈ പ്രതികളെ എക്സൈസ് സംഘത്തിന് കസ്റ്റഡിയിൽ ലഭിച്ചത്. അതിനുശേഷം ഇന്നാണ് ചോദ്യം ചെയ്യലിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എക്സൈസ് കടക്കുക. തസ്ലീമയും ഒപ്പം തന്നെ സുൽത്താൻ, ഫിറോസ്, ഈ 3 പേരെയും വ്യത്യസ്തരായി ഇരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ എക്സൈസ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. വൈകിട്ടോടെ ഇവരെ ഒന്നിച്ചിരുത്തി ഇവർ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ ഒരു ചോദ്യം ചെയ്യലിനാണ് എക്സൈസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതായത് തസ്ലീമ ആദ്യഘട്ടത്തിൽ പറഞ്ഞ ആ മൊഴികൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സൗഹൃദം മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. അതിന് ഉള്ള തെളിവുകൾ ഇവരുടെ ഫോണിൽ നിന്ന്, അതായത് വാട്സപ്പ് ചാറ്റ് അടക്കമുള്ള രേഖകളിൽ നിന്ന് എക്സൈസിന് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ലഹരി വിൽപ്പനയ്ക്ക് ഒരു കാരിയറായി നിന്നു എന്നതിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് അവർ സ്ഥിരീകരിക്കുന്നത്. പെൺവാണിഭ സംഘങ്ങളും ഒക്കെയായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് ചലച്ചിത്ര താരങ്ങളുമായി ഉള്ള മൊഴി ഇവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശ്രീനാഥ് ഭാസിക്കും ഒപ്പം ഷൈൻ ടോം ചാക്കോയ്ക്കും ഈ ആഴ്ച തന്നെ നോട്ടീസ് നൽകി എക്സൈസ് ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അവർക്ക് നോട്ടീസ് നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ 24 വരെയാണ് തസ്ലീമയെ കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളത്. എന്നാൽ ഒരു ദിവസം കൂടി കൂട്ടി ചോദിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എക്സൈസ് എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാകും എന്നുള്ളതാണ് എക്സൈസിന്റെ ഒരു കണക്കുകൂട്ടൽ. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങളും തസ്ലീമ പങ്കുവച്ചിട്ടുണ്ട്. 2017 ഇവര് ഡൽഹിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ വിവരം ഇപ്പോൾ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട്. അതിൽ തന്നെ തിഹാർ ജയിലിൽ ഇവർ കിടന്നിരുന്നു എന്നുള്ള വിവരവും ഇവര് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഇത്തരത്തിൽ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ ഗോൾഡ് സ്മഗ്ലിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലൊക്കെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും 6 കിലോ കഞ്ചാവ് ഇവർ കൊണ്ടുവന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തോട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും ശരണ്യ, ഒരു നടന് പെൺകുട്ടിയെ ഈ തസ്ലീമ എത്തിച്ചു നൽകിയതായിട്ടുള്ള വിവരങ്ങൾ, അതായത് അതിൻ്റെതായ വിലപേശലിൻ്റെ വിവരങ്ങളൊക്കെ ഈ തസ്ലീമയുടെ ഫോണിൽ നിന്നും എക്സൈസിന് ലഭ്യമായിട്ടുണ്ടല്ലോ. നിലവിൽ ഈ ലഹരി കേസ് മാത്രമാണോ എക്സൈസ് പരിശോധിക്കുന്നത്? അതിനപ്പുറം നേരത്തെ ശരണി സൂചിപ്പിച്ചതുപോലെ സെക്സ് റാക്കറ്റുമായി ഈ തസ്ലീമയുടെ ബന്ധം, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതിലേക്കൊക്കെ അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? അതോ ഈ ലഹരി ഇടപാടിൻ്റെ മറവിൽ ഈ
സെക്സ് റാക്കറ്റ് സംഘങ്ങളുമായി തസ്ലീമ ബന്ധപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയല്ല, ഇത് ഈ രീതിയിലുള്ള എല്ലാ ഇടപാടുകൾക്കും ഇവർ അതിന്റെ ഇടനിലക്കാരിയായി നിന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് മാത്രമല്ല, ലഹരി നൽകുക മാത്രമല്ല, അത്തരത്തിൽ ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്കും അവർ നിന്നിട്ടുണ്ട്. അതിൽ നേതൃത്വം നൽകിയിരുന്ന ഒരാളാണ് എന്നുള്ളതാണ്. ഈ സുൽത്താന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് 100ഓളം പേരെ ഇയാൾ കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ മലേഷ്യയിലുള്ള സ്ത്രീ സുഹൃത്ത് വഴിയാണ് സ്വർണം ഈ ഹൈബ്രിഡ് കഞ്ചാവും അടക്കം ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള വിവരവും ഒക്കെ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസിനകത്ത് പരമാവധി വിവരങ്ങൾ തേടിയതിനു ശേഷം മാത്രം ഇവരെ കസ്റ്റഡിയിൽ എടുത്താൽ മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു അന്വേഷണ സംഘം മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 19 ദിവസം കഴിഞ്ഞാണ് അറസ്റ്റിലായി റിമാൻഡിലായി 19 ദിവസം കഴിഞ്ഞാണ് ഇവരെ കസ്റ്റഡിയിലേക്ക് വാങ്ങിയത്. ആ ഒരു സംഭവത്തിന് ശേഷം ആണ് ഇപ്പോൾ വിശദമായ അത്തരം കാര്യങ്ങൾ തേടിയതിനു ശേഷമാണ് അന്വേഷണ സംഘം തന്നെ ഒരു അത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടുള്ളത്. ഈ ചോദ്യം ചെയ്യൽ ഇവരുടെ ഫോണിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ വളരെ നിർണായകമാണ്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മോഡലുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനകത്ത് ഇത്തരത്തിൽ വിലപേശുന്ന അടക്കമുള്ള ചാറ്റുകൾ ലഭ്യമായിരുന്നു. ഒപ്പം ഷൈൻഡോ ചാക്കോയുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതടക്കം റിക്കവർ ചെയ്യാനുള്ള നീക്കം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. എന്തായാലും ഈ കേസ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആഴ്ച അവസാനത്തോടു കൂടി തന്നെ ഷൈൻഡോ ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും അവരെ നോട്ടീസ് നൽകുമെന്നുള്ളത് തന്നെയാണ്. ചോദ്യം ചെയ്യലിലേക്ക് തന്നെ കടക്കുമെന്നുള്ളതാണ് എക്സൈസ് സ്ഥിരീകരിക്കുന്നത്. കേട്ടോ ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലാണ് പ്രതി തസ്ലീമ സുൽത്താനെ എക്സൈസ് ചോദ്യം ചെയ്യുന്നത്. ഒരുപക്ഷെ ഇതിന് ശേഷം ഇവരുടെ കസ്റ്റഡി കാലാവധിക്ക് ശേഷം ഷൈൻ ടോം ചാക്കോയിലേക്കും ശ്രീനാഥ് ഭാസിയിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. ഇവരുടെയും ചോദ്യം ചെയ്യലുണ്ടാകുമെന്നാണ് ശരണ്യ സ്നേഹജൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗളൂരുവിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മർദ്ദനമേറ്റ സംഭവത്തിൽ ട്വിസ്റ്റ്. എയർഫോഴ്സ് വിംഗ് കമാൻഡർ ഷീലാദിത്യ ബോസിനെ സ്കൂട്ടർ യാത്രികൻ മർദ്ദിച്ചുവെന്നായിരുന്നു ഉയർന്ന പരാതി. എന്നാൽ സ്കൂട്ടർ യാത്രികനായ വികാസിനെ വിംഗ് കമാൻഡർ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇത് കേസിൽ വഴിത്തിരിവായി. സംഭവത്തിൽ വിംഗ് കമാൻഡർ ബോസിനെതിരെ പോലീസ് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷംന, ആദ്യം പുറത്തു വന്ന പരാതി ഈ എയർഫോഴ്സ് വിംഗ് കമാൻഡറെ ഒരു സ്കൂട്ടർ യാത്രികൻ മർദ്ദിച്ചുവെന്നായിരുന്നു. പക്ഷെ അതിനുശേഷം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ കേസിൽ വഴിത്തിരിവുണ്ടാകുന്നു. ഈ മർദ്ദനത്തിനുള്ള കാരണം എന്താണ്? പ്രകോപനം എന്താണ്? ടോം, ഇതിൽ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ ഈ വാർത്ത വന്ന സമയത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. വിംഗ് കമാൻഡർക്ക് നേരെയും ഭാര്യയ്ക്ക് നേരെയും വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നു. ഇന്നലെ വിംഗ് കമാൻഡറുടെ നെറ്റിയിൽ മുറിവുണ്ടാവുകയും അതിൽ നിന്ന് രക്തമാർന്ന് ഒഴുകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. എങ്ങനെ ഈ ഓൺലൈൻ ഡെലിവറി ബോയ് ആയ ഈ ബൈക്ക് യാത്രികൻ ആക്രമിച്ചു എന്ന രീതിയിലായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ആ സംഭവം അങ്ങനെയല്ല. ആദ്യം ആക്രമണം നടത്തിയത് വിംഗ് കമാൻഡറായ ശൈലാദിത്യനാഥാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഈ വഴിയിൽ ഇയാളുടെ കാർ, ശൈലാദിത്യനാഥിന്റെ കാർ ഉണ്ടായിരുന്നു. ഇത് സ്കൂട്ടർ യാത്രികന്റെ യാത്രയെ തടസ്സപ്പെടുത്തിയപ്പോൾ ഇത് ചോദ്യം ചെയ്തു. ഇതിനാണ് ഈ ആക്രമണം തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. അതായത് ഇപ്പോൾ ഈ ഓൺലൈൻ ഡെലിവറി ബോയുടെ വികാസ് കുമാറിന്റെ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് തന്റെ വഴിയിൽ ഒരു കാർ വന്ന് നിർത്തിയിരുന്നു. ഇത് ആരുടെ എന്ന ചോദ്യത്തിന് ഇയാൾ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അസഭ്യം പറയുകയായിരുന്നു. പിന്നീട് കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങി അതിനുശേഷം വലിയ രീതിയിൽ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി തടയാൻ ശ്രമിച്ചപ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന താക്കോൽ വിംഗ് കമാൻഡറുടെ നെറ്റിയിൽ തട്ടുകയും പിന്നീട് മുറിവുണ്ടാവുകയും ചെയ്തു എന്നാണ് ഇയാളുടെ പരാതിയിൽ പറയുന്നത്. പക്ഷേ ഇന്നലെ ഈ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ദൃശ്യങ്ങളിൽ പുറത്തു വന്നത് ഈ വിംഗ് കമാൻഡർക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ, അതായത് വിംഗ് കമാൻഡറുടെ നെറ്റിയിൽ നിന്ന് ചോരയൊലിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ വ്യോമ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഉദ്യോഗസ്ഥന് നേരെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായി എന്ന തരത്തിൽ വാർത്തകൾ വന്നത്. പക്ഷേ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായി പുറത്തു വന്നിട്ടുള്ളത്. സമീപത്തെ കടകളിൽ നിന്നും മറ്റുമുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ കൃത്യമായി തന്നെ ആക്രമണം തുടങ്ങുന്നത് ഈ ശൈലാദിത്യനാഥാണ് എന്ന് കൃത്യമായി കാണാം. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ മധുമിത ഈ സമീപത്ത് ഉള്ളവരെ വഴക്ക് പറയുന്നതും ഈ ആക്രമണത്തിന് ഒപ്പം നിൽക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഇരുവരും തമ്മിൽ ആക്രമണം ഉണ്ടായിട്ട് തമ്മിൽ
തമ്മിൽ മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷേ ആക്രമണം തുടങ്ങിയത് വിംഗ് കമാൻഡറാണ്. ഒപ്പം തന്നെ ഇയാൾ നേരത്തെ അസഭ്യം പറഞ്ഞിരുന്നു. അതിനുശേഷം ആക്രമണം തുടങ്ങിയത് ഇയാളാണ്. പിന്നീട് ചെറുത്തുനിൽപ്പിന് വേണ്ടി ഈ മർദ്ദിച്ച യുവാവ് നല്ല രീതിയിൽ വിംഗ് കമാൻഡറെയും തിരിച്ചു മർദ്ദിച്ചു. അങ്ങനെ ഇരുവരും തമ്മിൽ മർദ്ദനമുണ്ടായി എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ തീർച്ചയായും ഷംന, എന്തായാലും പോലീസ് ഈ വിംഗ് കമാൻഡർക്കെതിരെ, ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ദൃശ്യങ്ങളിലടക്കം ഇയാൾ ക്രൂരമായി മർദ്ദിക്കുന്ന, ഈ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഒരു വകുപ്പ് തല നടപടി ഉണ്ടാകേണ്ടതല്ലേ? എയർഫോഴ്സിനെ പോലീസ് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടോ? ടോം, അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ പരാതിയിൽ, വിംഗ് കമാൻഡറുടെ ആദ്യത്തെ പരാതിയിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്. അതായത് താൻ കന്നഡക്കാരനല്ലാത്തത് കൊണ്ട് അങ്ങനെയാണ് ആക്രമണം തുടങ്ങിയത് എന്നായിരുന്നു. തന്റെ വണ്ടി ഹരിയാന രജിസ്ട്രേഷൻ ആണ്. ഇത് കണ്ട് തന്നെ താൻ കന്നഡക്കാരനല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ ഒരു ആക്രമണമാണ് തനിക്കെതിരെ ഉണ്ടായത് എന്നായിരുന്നു പരാതി. അതിൽ കൂടി ഇപ്പോൾ വ്യക്തത വരികയാണ്. ഈ വികാസ് കുമാറിന്റെയും അമ്മയുടെയും പരാതി അനുസരിച്ച് ഈ അത്തരമൊരു സംഭാഷണം ഇരുവരും തമ്മിൽ നടന്നിട്ടില്ല. പകരം ഈ വഴിയിൽ കാർ പാർക്ക് ചെയ്തത് സംബന്ധിച്ച് ചോദ്യം ചെയ്തപ്പോൾ ആക്രമണം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഇത് ഇനി മറ്റു തലങ്ങളിലേക്ക്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി പങ്കുവെക്കുമോ, അങ്ങനെയുള്ള ഒരു നടപടിയിലേക്ക് കടക്കുമോ എന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ സംഭവത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തിട്ടുള്ളത്. ടോം, വ്യക്തമാണ്. ആയിഷത്തുൽ ഷാമിനെയാണ് വിവരങ്ങൾ നൽകിയത്. ബംഗളൂരുവിലാണ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ മർദ്ദനമേറ്റ സംഭവത്തിൽ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.